ഹലോ ഗെയ്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഓക്കെ, അൻസാർ PV യൂട്യൂബ് സൈറ്റ്. ഓക്കെ, അപ്പം ഇന്നലെ ഒരു ക്ലാസ് നമ്മൾ എടുത്ത് നിർത്തിയതാണ്. പൊതുവെ ഈ കട്ടർ നല്ല ആംബിയർ എടുക്കുന്ന പവർ നല്ല കറണ്ട് എടുക്കുന്ന സാധനമാണ് ഇത് കട്ടർ പ്രധാനപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ അതായത് പവർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ നല്ല സാധനങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ആംബിയർ എടുക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ പവർ എടുത്തിട്ടാണ് പൊതുവെ നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനെക്കൊണ്ടാണ് ഇത് അത്ര കറണ്ട് എടുക്കുന്ന രീതിയിൽ ആംബിയർ രീതിയിൽ ഇത് വൈൻഡിങ് ചെയ്ത് ആർമിച്ചറിൻ്റെ വൈൻഡിങ്ങും ഇതിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങും നല്ല ദമ്മാക്കി വെച്ച് അത്രമല്ല ഇത് കട്ടർ വെച്ചിട്ട് ഇതേമാതിരി ഇതുള്ള മരത്തിൻ്റെ കട്ടറും മാർബിളോ കോൺക്രീറ്റ് പീസ് കട്ട് ചെയ്യുന്ന സെറ്റപ്പുള്ള സാധനം. അപ്പോൾ അതിനെക്കൊണ്ടാണ് അത്ര ആംബിയർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് പൊതുവേ നമ്മൾ വർക്ക് ചെയ്യുമ്പം ലൈൻ ഡിമ്മാവും. അല്ല, ആംബിയർ എടുക്കുന്നതുകൊണ്ടാണ് ഇത് പവറും ആംബിയർ എടുക്കുന്നതുകൊണ്ടാണ് ഇത് ലൈൻ ഡിമ്മാവുന്നത്. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട മഴ ഒരു 600-800ൻ്റെ പുറത്ത് ആംബിയർ എടുക്കും. പല ആർമിച്ചർ വൈൻഡിങ് അനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ കേടാവുന്നത് നമ്മൾ സ്വിച്ച് ആയിരിക്കും ഇത് കേടാവുക. ഇപ്പം ഇത് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന് പോയൊരു സാധനം. അപ്പോൾ ഇങ്ങനെ മുന്നിൽ കാണിച്ചു തരാണ്. നമ്മളിപ്പം മാർബിൾ കട്ട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് കട്ട് ചെയ്യുമ്പോൾ നിന്ന് പോയതാണ്. അപ്പോൾ ഇത് പൊതുവേ എവിടെ കംപ്ലൈൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പൊതുവേ നമ്മുടെ ലൈൻ ഇത് മൾട്ടിമീറ്റർ നമുക്കൊരു ആവശ്യമാണ്. കാരണം ഈ ലൈന് നമ്മൾ ഇത് ഓംസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻ എവിടെ കട്ടായിട്ടുണ്ടെങ്കിൽ ഇത് കാട്ടൂല. ഓക്കെ, ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ സൗണ്ട് പുറപ്പെടുവിക്കുക, ഓംസിൽ ലൈൻ കാട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചിരുന്നൊക്കെ ഞാൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നീണ്ട വീഡിയോ ആണ്, നിങ്ങൾ മനസ്സിലായി. ഈ മൾട്ടിമീറ്ററിൽ നമ്മൾ ഇത് അലാറം അടിക്കണതാണ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും പോയി. അതല്ലേ ഇതിൽ ഈ മൾട്ടിമീറ്റർ ഇതിലിട്ട് ഇതിൻ്റെ ഓപ്ഷൻ കണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ ഓംസിൽ പോയ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കീന്ന സൗണ്ട് അല്ലേ, ആ ലൈൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര ലോങ് ലൈൻ ആണെങ്കിലും അത് കാണിക്കും. അപ്പം ആ ഇതിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം സീറോയിലേക്ക് തന്നെ വരണം. അപ്പോഴാണ് ലൈൻ കറക്റ്റ് ഷോർട്ട് കാണിക്കുള്ളൂ. സീറോയിൽ കുറവാണെങ്കിൽ അത് ചെറിയ ഇത് കാണിക്കുള്ളൂ, ലൈന് റെസ്റ്റൻസ് വെച്ചുള്ള കാണിക്കുള്ളൂ. സീറോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ പക്കാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നോക്കി കാണണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ഈ പ്രധാനപ്പെട്ട ഇത് സ്വിച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ സ്വിച്ച് ഇതാക്കണം. നമ്മൾ ഈ സ്വിച്ച് ഭാഗങ്ങൾ ആയിരിക്കും ഒന്നെങ്കിൽ കംപ്ലൈൻറ്റ് വരിക കണ്ട തോന്നി. അപ്പോൾ ഈ സ്വിച്ച് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ക്ലാപ്പ് ഊരിയിട്ട് ഇവിടെ അമർത്തുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ ഉണ്ടെങ്കിൽ അധികം ഇത് കംപ്ലൈൻറ്റ് വരുന്ന സ്ഥലം പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാണിച്ചതാ ഇതിൻ്റെ ഈ ബ്രഷിൻ്റെ ഭാഗമാണ്. കാണിച്ച മുമ്പിൽ കാണിച്ചത്. ഓക്കെ, ഈ ബ്രഷിൻ്റെ ഇവിടെയുള്ള സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ അവിടെ കണക്ഷന് ആർമിച്ചർ കിട്ടാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരിക. ഒരു ഫ്രണ്ട് സ്പ്രിങ് പറഞ്ഞ ഒരു 2 സ്പ്രിങ് ഉണ്ട്. കാണാൻ കഴിയുമെന്നല്ല. ഓക്കെ, അത് തൊട്ട് കാണിച്ചു തന്നില്ല. അപ്പോൾ മൊബൈൽ കറക്റ്റ് ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് ആ ഭാഗത്തുള്ള കംപ്ലൈൻ്റ് ആണ് പൊതുവെ. ഇപ്പം നമ്മൾ ലൈൻ നോക്കി ഇപ്പോൾ സൗണ്ട് ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 വയറ് ഇതിൻ്റെ ഇതിലേക്ക് പോണ വയറാ. ഇത് സ്വിച്ചിക്കല്ല, ആർമിച്ചർക്ക് പോണ ഈ 2 ലൈൻ. ഓക്കെ, വിശദമായി കാണിച്ചത് ഈ 2 ലൈന് ഇതതിൻ്റെ ഫീൽഡിലേക്ക് പോണതാണ്. ഈ 2 ലൈന് ഇത് മോട്ടറിൻ്റെ ഉള്ളിലേക്ക് പോണ ലൈന്. ഈ സ്വിച്ചും മീറ്ററും ഈ കണക്ഷനൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് ഈ ലൈന് ഇത് ഫീൽഡിലേക്ക് പോണ ഈ 2 ലൈന്. ഈ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൾട്ടി കൊടുക്കുക.
ഓക്കെ, ഈ മൾട്ടി കൊടുക്കുക. ഞാൻ കുറച്ച് റിസ്ക് ചെയ്തത് ഇപ്പോൾ സൗണ്ട് ഉണ്ടില്ലേ? ഈ മൾട്ടി കൊടുത്തിട്ട് ഇതാ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതാ ഈ ലൈൻ ഒരു ലൈൻ കൊടുക്കുക, ഇതാ 2 ലൈൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതാ സൗണ്ട് പോയില്ലേ? ഇതാ സൗണ്ട് വന്നു. ഇപ്പോൾ ലൈൻ കിട്ടി, മീറ്ററിൽ കാണാം. ഇതാ ഇപ്പം 4, ഇതാ ഇപ്പം 0 ലൈൻ കിട്ടി. അപ്പം ഈ ബ്രഷിലെടുത്ത് 2 സ്പ്രിങ് ഉണ്ടാവും. ഈ ബ്രഷിനെടുത്ത് സ്പ്രിങ് അതിൻ്റെ പവർ പോണതാണ്. ബ്രഷിൻ്റെ ആർമേച്ചറിൻ്റെ അടുത്തുള്ള സ്പ്രിങ്ങിൻ്റെ പവർ പോണതാണ്. ഇനി വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് സ്പ്രിങ്, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ സ്പ്രിങ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൈ വെക്കുകയാണ് ഇവിടെ. അപ്പോൾ ലൈൻ കിട്ടി. സൗണ്ട് കണ്ടില്ലേ? ഈ ഭാഗത്തുള്ള സ്പ്രിങ്ങാണ് ഗേസ് അധികം നമുക്ക് പൊതുവെ കംപ്ലൈൻറ്റ് വരിക. ഏത് ആർമേച്ചറിലും വരുന്ന സ്പ്രിങ് ഈ ഭാഗത്തുള്ള സ്പ്രിങ്ങാണ്, ആർമേച്ചറിനടുത്തുള്ള സ്പ്രിങ്. അല്ലാതെ ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ ഇവിടെ ഒന്നും പൊതുവെ വരില്ല, റിസ്ക്കാണ് ആ ഭാഗത്ത് വരിക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് ലൈൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായ വീഡിയോ ക്ലാസ് ഇനി വിട്ട് തരും. കറക്റ്റ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യാൻ കഴിയും. ഓക്കെ, ആ രീതിയിലുള്ള ക്ലാസ് ഞാൻ വിട്ടുതരാം. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. കറക്റ്റ് ഈ ക്ലാസ് കാണണം. ഇതിൻ്റെ ആർമേച്ചർ ഫീൽഡ്, ഇത് ഫസ്റ്റ് എയ്ഡ് വരുന്ന കംപ്ലൈൻറ്റ് എന്താണ്, ഈ കംപ്ലൈൻറ്റ് വന്നാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്. പൊതുവേ നമ്മളൊരു മൾട്ടിമീറ്റർ നല്ലതാണ്. ലൈൻ കട്ടായിക്കണോ ഇല്ലെന്ന് നോക്കുന്ന ഒരു മൾട്ടിമീറ്റർ. അല്ലെങ്കിൽ നമ്മളൊരു ബൾബൊക്കെ റിസ്ക്കാണ്. ഇതല്ലേ കട്ടായിക്കണോ ഇല്ല നോക്കുന്ന മൾട്ടിമീറ്ററാണ്. എന്താ പോയില്ലേ? കണ്ടോ? അവിടെ ലൂസ് കണക്ഷനായിട്ട് സ്പ്രിങ്ങിൻ്റെ ലൈൻ കിട്ടണില്ല, ആർമേച്ചർക്ക് പോയി. അതാണ് അത്ര ഉള്ളൂ പ്രശ്നം. അതാണ് നമ്മളൊന്ന് അയച്ചൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി, സാധനം വർക്കിംഗ് ആയി. ഇതൊരു ഭാഗം. ഞാൻ അടുത്ത 3-4 ഭാഗങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു.